ആദ്യം നമ്മൾ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ആദ്യം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതേ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ബീഫിനകത്തോട്ട് നമ്മളെല്ലാം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നമ്മൾ നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 വിസിലിൽ വേവിച്ചെടുക്കാം. ബീഫ് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ മസാലയ്ക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സവോള 2 എണ്ണം, കുറച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് ചൂടായിട്ട് നമുക്കിനി ഇതിനകത്തോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് നോക്കിയിട്ട് നമുക്കൊന്ന് നോക്കിയിട്ടെടുക്കാം. ഇത് ഏകദേശം നല്ല ഫ്രൈ പോലെ വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ സവോള, കൊച്ചുള്ളി, പച്ചമുളക് ഇട്ടുന്നു. കൊച്ചുള്ളി, സവോള, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തു. ഇതൊന്ന് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാവേ. പക്ഷെ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴണ്ട് വരട്ടെ. ഇതുവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഈ മെയിൻ മസാല നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ മസാല മൂത്ത് വന്നതിനകത്തോട്ട് ഞാൻ ബീഫ് തട്ടി കൊടുത്തിട്ട് അതിനകത്ത് കുറച്ച് കുരുമുളകും ഗരം മസാല ഇട്ട് നല്ല ഇളക്കി തട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ നല്ല ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മക്കളെ കാണുമ്പോൾ തന്നെ വൈകുന്നത് നല്ല മുരിഞ്ഞ് കരിഞ്ഞ് നല്ല കറുത്ത കളറിലായിട്ടുണ്ട് കേട്ടോ. അടിപൊളി സാധനം.